നമസ്കാരം. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞു. ഇപ്പോൾ ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് തങ്ങളുടെ പ്രയത്നം മൂലമാണ്, തങ്ങളാണ് അവർക്ക് വേണ്ടി ഏറ്റവും അധികം ശബ്ദിച്ചത്, കഷ്ടപ്പെട്ടത് എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. BJPയും CPMും കോൺഗ്രസും എല്ലാം ഇക്കാര്യത്തിൽ മത്സരിക്കുകയാണ്. അതായത് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ശ്രമഫലമായിട്ടാണ്, ഞങ്ങൾ സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് എന്നവർ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇത്രയ്ക്ക് അധപ്പതിച്ച ഒന്നാണോ എന്നാണ്. കാരണം രണ്ട് വ്യക്തികളെ ഒരു സംസ്ഥാനത്തെ പോലീസ് ഏതെങ്കിലും കേസിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടെ അവർക്ക് നീതി ലഭിക്കേണ്ടത്, നീതിയായാലും അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റനുസരിച്ചുള്ള ശിക്ഷയായാലും, നീതി എന്ന് പറയുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ഒരു വിധി, അപ്പോൾ അത് അവർക്ക് നൽകേണ്ടത് കോടതിയാണ്. കോടതിയിൽ ഒരു കേസ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഏതെങ്കിലും ബാഹ്യഘടകങ്ങൾ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ കോടതിയുടെ നൈർമല്യം നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ മുഴുവൻ ഈ കന്യാസ്ത്രീകളെ മോചിപ്പിച്ചത്, അല്ലെങ്കിൽ അവർക്കിപ്പോൾ ജാമ്യം കിട്ടിയത് ഞങ്ങളുടെ ശ്രമഫലമായിട്ടാണ് എന്ന് പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കുകയാണ്. ഇങ്ങനെ ഇവരൊക്കെ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞാൽ കോടതികൾ അതനുസരിച്ച് പെരുമാറുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം അവർ ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥിതിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പരമാർത്ഥം. കാരണം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കോടതികൾ സ്വാധീനിക്കപ്പെടുകയും സ്വാധീനിക്കുന്ന വ്യക്തികളുടെ കരുത്തനുസരിച്ച് അവർ വിധി പ്രസ്താവിക്കുകയും ചെയ്യും എന്ന് വേണം നമ്മൾ അനുമാനിക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം, ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പണ്ടേതോ ഒരു മഹാൻ പൊതുജനം കഴുതയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വ്യക്തിയാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. കാരണം എത്രയോ മുമ്പേ അദ്ദേഹം ഈ പൊതുജനങ്ങളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ആ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കഴുതയെ അപമാനിക്കരുത്. കഴുത എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിനെ മനുഷ്യനുമായിട്ട് ഉപമിക്കുന്നത്? പൊതുജനം മനുഷ്യനാണെന്ന് മാത്രമേ പറയാവൂ. കാരണം കഴുത എന്ന് പറയുന്ന ജീവിക്ക് പ്രകൃതി എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത്, അതെങ്ങനെ ജീവിക്കണം എന്നാണോ പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നത്, അതനുസരിച്ചാണ് അത് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് മറ്റൊരു ജീവിക്കും കൊടുക്കാത്ത ബുദ്ധിശക്തിയും തിരിച്ചറിവുമെല്ലാം കൊടുത്തിട്ടും അവൻ സ്വയം അധപ്പതിച്ച് പോവുകയും വിഡ്ഢിയാക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അവൻ തന്നെയാണ് ഉത്തരവാദി. അവൻ്റെ സ്വഭാവവും അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിശക്തിയും അവൻ്റെ പ്രവർത്തന രീതിയും കഴുതയുടെ പ്രവർത്തന രീതിയും തമ്മിൽ യാതൊരു സാമ്യവുമില്ല. കഴുത മറ്റേത് ജീവിയെയും പോലെ അതിന് വിധിക്കപ്പെട്ടിരിക്കുന്ന തൊഴിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ അത് ജീവിക്കുന്നു. എന്നാൽ മനുഷ്യൻ സ്വയം അധപ്പതിക്കുന്നത് അവൻ്റെ തന്നെ കഴിവില്ലായ്മ കൊണ്ടും അവൻ്റെ തന്നെ അറിവില്ലായ്മ കൊണ്ടും അവൻ്റെ തന്നെ അഹങ്കാരം കൊണ്ടുമാണ്. അതുകൊണ്ട് പൊതുജനത്തെ കഴുത എന്ന് വിളിക്കുന്നത് ശരിയല്ല. അത് കഴുതയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ പൊതുജനത്തെ മനുഷ്യൻ എന്ന് തന്നെ വിളിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ രണ്ട് കന്യാസ്ത്രീകൾ ഒരു കേസിലകപ്പെട്ടപ്പോൾ അവർക്കെതിരെയുള്ള കേസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ തൽക്കാലം നോക്കണ്ട. അത് ശരിയോ തെറ്റോ എന്തുമായിക്കോട്ടെ. പക്ഷെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ സംഘടിതരായിട്ടുള്ള ഒരു വിഭാഗമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രിസ്ത്യൻ സമുദായത്തെയാണ്, കത്തോലിക്ക സഭയാണ്. അപ്പോൾ ആ സഭയിൽപ്പെട്ട, ആ സഭയുടെ വക്താക്കളായിട്ടുള്ള, ആ സഭയിലെ വിശ്വാസികളായിട്ടുള്ള രണ്ടുപേരല്ല, ആ സഭയുടെ പ്രതിനിധികളായിട്ടുള്ള രണ്ടുപേർ. ഇപ്പോൾ രണ്ട് പുരോഹിതരോ രണ്ട് കന്യാസ്ത്രീകളോ ഒക്കെ ആയിട്ട് വരുമ്പോൾ അവരുടെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പേര് ഒരു സംസ്ഥാനത്ത് അവിടുത്തെ പോലീസ് കള്ളക്കേസിലോ അല്ലെങ്കിൽ നല്ല കേസിലോ കുടുക്കിയപ്പോൾ അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടായി. അവർക്ക് വേണ്ടി എല്ലാ ക്രിസ്ത്യൻ സഭകളും, കേരളത്തിലെ ഒട്ടുമിക്ക ക്രിസ്ത്യൻ സഭകളും അവർക്ക് വേണ്ടി തെരുവിലിറങ്ങി അവർക്ക് വേണ്ടി വളരെ വലിയ പ്രൊട്ടസ്റ്റ് നടത്തി. വാർത്തകളിൽ അതെല്ലാം നിറഞ്ഞു. എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു. നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ശബ്ദിച്ചു. ഒടുവിൽ അവർക്ക് കോടതി ജാമ്യം കൊടുത്തു. ഈ കന്യാസ്ത്രീകളുടെ സ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കഴുതകളുടെ കൂട്ടത്തിലുള്ള, ഞാനിപ്പോൾ കഴുതകളെ അപമാനിക്കുകയല്ല, പൊതുവിൽ നമ്മൾ പൊതുജനത്തെ അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് മാത്രം കഴുതകൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കഴുതകൾ എന്നോട് ക്ഷമിക്കട്ടെ.
അവയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. കാര്യം നമ്മൾ മനുഷ്യരും അവ ജീവികളുമാണല്ലോ. തന്നെയുമല്ല കഴുതകൾ TV കാണാറുമില്ല, അല്ലെങ്കിൽ യൂട്യൂബ് കാണാറില്ല. അപ്പോൾ അവ ഇതറിയുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ കഴുതകളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അവയുടെ ആ പേരെടുത്ത് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മളാകുന്ന, പൊതുജനമാകുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ വക്താക്കളല്ലാത്ത, ഏതെങ്കിലും മതത്തിൻ്റെ വക്താക്കളല്ലാത്ത, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താക്കളല്ലാത്ത നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ് ഇങ്ങനെയുള്ള ഒരു കേസിൽ കുടുങ്ങുന്നത് എങ്കിൽ ഇവിടെ ആരാണ് നമുക്ക് വേണ്ടി ശബ്ദിക്കുക? ഇപ്പോൾ എനിക്കാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടാകുന്നത്. ഞാനിപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്നുവെന്ന് വെക്കുക. അവിടേക്ക് ജോലി ചെയ്യാൻ വേണ്ടി 2 പേരെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരികയാണ്. അവരെന്നോട് പറയുകയാണ്, സാറേ ഞങ്ങൾക്ക് ഒരു ജോലി തരണം, കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ കിടക്കുകയാണ്, എന്ത് ജോലിയായാലും ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഞാൻ അവരെ അവിടെ നിന്നും എൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്നെയാണ് പിടികൂടുന്നത്. നീ ഇവരെ കൊണ്ട് അവിടെ പോവുകയാണ്, നീ ആരാണ്, നീ ക്രിസ്ത്യാനിയാണല്ലോ, നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ മതം മാറ്റാൻ കൊണ്ടുപോവുകയാണ്, ഇവർ ഹിന്ദുക്കളാണല്ലോ, അല്ലെങ്കിൽ ഇവർ ഇന്ന മതക്കാരാണല്ലോ, അപ്പം നീ മനുഷ്യക്കടത്ത് നടത്തുകയാണ്, നിൻ്റെ ലക്ഷ്യം മതപരിവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തടഞ്ഞു നിർത്തി എന്നെ തൂക്കിയെടുത്ത് ജയിലിലിട്ടാൽ എനിക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സഭ സംസാരിക്കുമോ? അവരിത് അറിയുമോ? അറിഞ്ഞാൽ ഇപ്പോൾ നമ്മളീ കണ്ട കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇവരൊക്കെ ശബ്ദിച്ചതുപോലെ എനിക്ക് വേണ്ടി അവർ ശബ്ദിക്കുമോ? ശബ്ദിക്കില്ല. ഞാനിപ്പോൾ ഒരു കോൺഗ്രസ്സിലെയോ CPMലെയോ BJPയിലെയോ ഒരു അംഗമാണെന്ന് വെക്കുക. ഞാൻ ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലോ അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടും ഒക്കെ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഞാൻ വാദഗതി നടത്താറുണ്ട്. അങ്ങനെ ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയെ വളരെയധികം സ്നേഹിക്കുകയും ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എന്നെ കൊണ്ടാവുന്നതുപോലെ സംസാരിക്കുകയും ഞാൻ അവർക്ക് പോയി വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഞാൻ ഇതേപോലെ സമാനമായൊരു കേസിലകപ്പെട്ടാൽ എനിക്ക് വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടി സംസാരിക്കും. ഏതെങ്കിലും CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഒരു സാധാരണ വോട്ടർ, അവരുടെ ഒരു അനുഭാവി, ഒരണി, അവരുടെ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് അല്ല, അവരുടെ ഏതെങ്കിലും ഒരു സ്ഥാനം വഹിക്കുന്ന ആളല്ല, മറിച്ച് ഒരു സാധാരണക്കാരനായിട്ടുള്ള വെറുമൊരണി. ഇത്തരത്തിലുള്ള അണികളാണ് ഇവരുടെ കരുത്ത്. അല്ലെങ്കിൽ മതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മതത്തിലെ ഒരു വിശ്വാസിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മതനേതാക്കൾ ആരെങ്കിലും അയാളുടെ പ്രശ്നം ഏറ്റെടുക്കുകയും അയാൾക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുമോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. എന്തുകൊണ്ട് അവർ ശബ്ദിക്കില്ല? കാരണം നമ്മൾ പൊതുജനമാണ്, നമ്മൾ കഴുതകളാണ്, നമ്മൾ ഇവരെ താങ്ങി നടത്തുന്നവരാണ്, നമ്മളാണ് ഇവർക്ക് പണം കൊടുക്കുന്നത്, നമ്മുടെ കരുത്തിലാണ് ഇവർ ഊറ്റം കൊള്ളുന്നത്. എന്നാൽ ഒരു സാധാരണ വ്യക്തി, ഒരു സാധാരണ വിശ്വാസി, അല്ലെങ്കിൽ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പ്രശ്നത്തിലാകപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഒരു രാഷ്ട്രീയ നേതാവും വരില്ല. അവൻ തെറ്റ് ചെയ്തിട്ടില്ലയോ എന്ന് തിരക്കാൻ പോലും ആരും വരില്ല. അവനെ കോടതി 100 ദിവസത്തേക്കോ 1 കൊല്ലത്തേക്കോ ശിക്ഷിച്ചാലും ശരി, ആരും ചോദിക്കാൻ വരില്ല. അവൻ തന്നെ അവന് വേണ്ടി പടപൊരുതണം. അവൻ മാത്രമേ അവന് വേണ്ടി ശബ്ദിക്കാനുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ അവനൊരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ, അവൻ്റെ വീട്ടിൽ കയറി ആരെങ്കിലും അക്രമം നടത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. എന്നാൽ അവന് വേണ്ടി ശബ്ദിക്കാൻ അവൻ ഊറ്റം കൊള്ളുന്ന, അവൻ അംഗമായിരിക്കുന്ന മതപ്രസ്ഥാനമോ, അവൻ അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ അവൻ വളരെയധികം സ്നേഹിക്കുന്ന അവൻ്റെ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും തന്നെ അവനെ സഹായിക്കാനെത്തില്ല. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ എന്താണ് ഗുണം? ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ചില പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയവും പണവും ഒക്കെ മെനക്കെടുത്തി അവർക്ക് വേണ്ടി ജീവൻ കളയാനും, അവർക്ക് വേണ്ടി അടിപിടി ഉണ്ടാക്കാനും, അവർക്ക് വേണ്ടി മറ്റ് പലരുമായിട്ടും ശത്രുത ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ സഹായിക്കാൻ ഞാനിപ്പോൾ ഏത് പാർട്ടിക്ക് വേണ്ടിയാണോ ശബ്ദിക്കുന്നത്, ഞാനല്ലെങ്കിൽ ഏത് മതത്തിന് വേണ്ടിയാണോ ശബ്ദിക്കുന്നത്, അവർ വരുമോ? അവർ വരത്തില്ല. അവർ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാനം വഹിക്കുന്ന ആളായിരിക്കണം. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ മാത്രമേ അവരിടപെടുകയുള്ളൂ. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് നിങ്ങൾ ഇഗ്നോർ ചെയ്യപ്പെടേണ്ട, അവഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദിക്കില്ല. ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ അതുപോലെ ഒരു സഭയുടെ ഒഫീഷ്യൽ വക്താക്കളായതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇവരെല്ലാവരും ശബ്ദിച്ചത്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും 2 വ്യക്തികളെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് വാർത്തയായിട്ട് മാറിയെങ്കിൽ നിരപരാധികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉള്ളത് കൊണ്ടല്ല അത് സംഭവിച്ചത്. മറിച്ച് അവരുടെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേഷനെ
അവരുടെ സ്വന്തം ആൾക്കാരെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ മാത്രം, അവരുടെ സ്വന്തം ആൾക്കാരെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയാണ്, കഴുതകൾ അക്കൂട്ടത്തിൽ പെടില്ല. എല്ലാ പ്രസ്ഥാനങ്ങളെയും താങ്ങി നടത്തുന്ന, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പിരിവ് കൊടുക്കുന്ന, എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമാണെന്ന് സ്വയം ഊറ്റം കൊള്ളുന്ന കഴുതകൾ അതിൽപ്പെടില്ല. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ, അതായത് ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി ഒരു കള്ളക്കേസിൽ അകപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു നിയമപ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവനെ സഹായിക്കാനോ അവന് വേണ്ടി ശബ്ദിക്കാനോ അവൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഇത്തരത്തിലുള്ള മതപ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഉണ്ടാകില്ല, അതവൻ തന്നെ നേരിടണം എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ വളരെയധികമായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെയും നമ്മൾ പണം വാരി എറിഞ്ഞ് സഹായിക്കുന്ന മതപ്രസ്ഥാനക്കാരെയും ഒക്കെ ശരിയായ രീതിയിൽ നോക്കിക്കാണാൻ സാധിക്കും.